പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും അതിരാവിലെ പൊട്ടിവിടരുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണ്? ഞാനൊരു വാക്യം വായിക്കട്ടെ. 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 13 വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസവും ഫേസ് ചെയ്യാൻ പോകുന്ന ട്രബിൾസ് നമുക്കറിയാമെങ്കിൽ നാം അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നാം പ്ലാൻ ചെയ്യും, അല്ലേ? എന്നാൽ നമ്മുടെ ഹൃദയം നാം എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും? ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ടത് അതിരാവിലെ സമയമാണ്. കാരണം ആ സമയമാണ് ദൈവത്തിൻ്റെ പുതുക്കപ്പെട്ട ആ കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ പലപ്പോഴും ബെഡിലേക്ക് ചാടിക്കയറി പ്രശ്നങ്ങൾ വരുമ്പോൾ തലകുത്തി കിടന്ന് നമ്മൾ കരയുന്നതല്ലാണ്ട് അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്നും ആ പ്രശ്നത്തെ നാം എങ്ങനെ നേരിടണമെന്നും എങ്ങനെ ആ വ്യക്തികളോട് റിയാക്റ്റ് ചെയ്യണമെന്നും ഒക്കെ ഉപദേശിക്കുന്ന തിരുവചനം നമ്മൾ തുറക്കാറുണ്ടോ? ബൈബിള് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന, ഒരുക്കം എന്ന് പറയുന്ന സംഗതിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് 10 കന്യകമാരുടെ സംഭവ കഥ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാം. അവർ മണവാളനെ എതിരേൽക്കാനായിട്ട് പുറപ്പെടുക. എന്നാൽ 5 പേരുടെ കയ്യിൽ മാത്രമേ എക്സ്ട്രാ ഓയിലുണ്ടായിരുന്നു. ബാക്കി 5 പേരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അവസാനം എന്തു പറ്റി? മണവാളൻ വന്നു. എക്സ്ട്രാ ഓയിലുണ്ടായിരുന്ന ആ 5 പേര് മാത്രം അവനെ മീറ്റ് ചെയ്യുവാനും മണിയറയിൽ പ്രവേശിപ്പാനും ഇടയായി. ഇതൊരു പാരബിളാണ് കേട്ടോ, ഒരു സംഭവം, ഒരു പാരബിളായത്. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ ടൈമിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് അത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഭാവിക്ക് വേണ്ടി നാം പ്രിപ്പയർ ചെയ്യേണ്ടത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമ്മെ മനസ്സിലാക്കുക. ഓരോ ദിവസവും രാവിലെ നമ്മൾ പ്രിപ്പയർ ദ ബെസ്റ്റ് ഫോർ ദ ഡേ അഹെഡ് ബൈ ഗെറ്റിംഗ് അവർ ഹാർട്ട് ആൻഡ് മൈൻഡ് റൈറ്റ്. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഭയത്തോടെ, ഹൃദയത്തിലും മനസ്സിലും ഒക്കെ ഭയത്തോടെ രാവിലെ ചാടി എണ്ണീക്കാറില്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യാശ പോലും റീഡയറക്റ്റ് ചെയ്യപ്പെട്ടു പോകും. അതായത് പ്രത്യാശ പയ്യെ നിരാശയിലേക്ക് കൊണ്ടുപോകുമല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ എണീക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഒരു ഡിവോഷൻ രാവിലെ കേൾക്കുക, അല്ലെങ്കിൽ വചനം വായിക്കുക. ദൈവം അതിൽ നിന്ന് തരുന്നത് ഒന്ന് ജേണൽ ചെയ്യുക. ജേണലിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് എഴുതി വെച്ച് നോക്കിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ചത് കുഞ്ഞെ നിന്നെ ടച്ച് ചെയ്യുന്ന ഒരു വാക്യം. എന്നിട്ട് നീ നിന്നോട് തന്നെ ചോദിച്ചേ, ഞാൻ ഈ വാക്യം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ഭാഗം എൻജോയ് ചെയ്യുന്നുണ്ടോ? നിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഒരു ചോദ്യം നീ നിന്നോട് ചോദിക്കുമ്പോൾ നീ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുവാൻ, നീ തന്നെ ഒരു ജോയ് സെർച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറും. ആ ദിവസത്തേക്കുള്ള പ്രത്യാശ പ്രാപിച്ച് ദൈവമുണ്ടാക്കിയ ദിവസം മഹത്വപൂർണ്ണമായ രീതിയിൽ കഴിപ്പാൻ്റെ കൊണ്ടുള്ള ബലത്തോടെ മുറിയിൽ നിന്ന് പുറത്തു വാകുഞ്ഞേ. ദൈവം തീർച്ചയായിട്ടും നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, മുന്നോട്ട് നോക്കുമ്പോൾ സന്തോഷിപ്പാനുള്ള വകയും നിനക്ക് തരും. അതുകൊണ്ട് ഹൃദയം രാവിലെ ഒരുക്കുക. യഹോവേ, ഞാൻ അതിരാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുക്കി കാത്തിരുന്ന് ഫേസ് ചെയ്യുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസം തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വിലയേറിയതാ, നിനക്കത് സന്തോഷം തരുന്നതുമാണ്. പ്രൈസ് ഗോഡ്. രാവിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 8 വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8 ഒന്ന് നോക്കിക്കേ. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ചിന്താമണ്ഡലത്തിൽ കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിൽ
ഈ ചിന്തകൾ മാത്രമേ വരാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നെഗറ്റീവ് ഫീലിങ്സിൽ നമ്മൾ ഡള്ളായിട്ട് പോകും. കൊലോസ് ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇവിടെ കണ്ടോ, നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു. ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്. അതൊക്കെ നെഗറ്റീവായിട്ട് നമ്മളെ കൊണ്ടുപോയി പരാജയപ്പെടുത്തുന്നതിനേക്ക് ഇടയാക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിപ്പീൻ. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ചതുപോലെ സത്യമായതും രമ്യമായതും ഒക്കെ ചിന്തിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാകും. അതുപോലെ ദൈവമക്കളെ, 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. 2 Corinthians chapter 10 verses 4 and 5 ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകുന്നു. ഞാൻ പറയട്ടെ, വിചാരത്തെ നാം കൺട്രോൾ ചെയ്യണം. നമ്മുടെ ചിന്തകളെ നാം കൺട്രോൾ ചെയ്യണം. അവർ തോട്ട്സ് മാറ്റർ. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ വികാരങ്ങളെയും എല്ലാം ഈ ചിന്ത കയറി ബാധിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ചിന്തകളെയൊക്കെ അതങ്ങ് മങ്ങിച്ച് കളയും. ഹല്ലേലൂയ. അനേക കുടുംബങ്ങൾ എനിക്കറിയാം, രാവിലെ എണീറ്റ് ഉടനെ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ അങ്ങ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ദേ ടേൺ ഓൺ ദ ന്യൂസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ തോട്ട്സിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദൈവമാണോ ഷേപ്പ് ചെയ്യുന്നത്? അല്ല. ഹെഡ്ലൈൻസ് എന്തൊക്കെയായിരുന്നോ അതാണ് അവരുടെ ഹൃദയത്തെ ഷേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, ചിന്താമണ്ഡലത്തെ ഷേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ പോസിറ്റിവിറ്റിയുമായിട്ട് സ്ട്രഗിൾ ചെയ്യാനേ പറ്റത്തുള്ളൂ രാവിലെ, അല്ലേ? നമ്മുടെ മനസ്സിന് നാം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. എന്തിന്? പ്രത്യാശ കൊണ്ട് ഒന്ന് റിഫ്രഷ്ഡ് ആകുവാൻ, ദൈവ സന്തോഷം കൊണ്ട് ഒന്ന് നിറയുവാൻ. വി മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ മോർണിംഗ്സ് ഫോർ ജോയ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ ഈ ന്യൂസ് കേൾക്കാനായിട്ട് പോകരുത്, സോഷ്യൽ മീഡിയയിലേക്ക് കയറരുത്, ലേറ്റസ്റ്റ് ഇൻ്റർനെറ്റ് ഡിബേറ്റ് എന്താണെന്ന് നോക്കാൻ പോകരുത്, ഇമെയിൽ ചെക്ക് ചെയ്യാൻ പോകരുത്. അതിനു മുമ്പ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവ പൈതലേ, നീ നിൻ്റെ ഹൃദയം ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മോർണിംഗ്സിന് നാം ശക്തമേറിയ അതിര് വെച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ റിന്യൂഡ് പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ജോയ്ഫുള്ളായി തീരാൻ, കൂടുതൽ ഹോപ്പ്ഫുള്ളായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ചില വാതിലുകളൊക്കെ നാം കൊട്ടിയടച്ചേ പറ്റത്തുള്ളൂ. രാവിലെ കാല സമയം പ്രാധാന്യമുള്ളതാണ്. ദേ ആർ എ ഫ്രഷ് സ്റ്റാർട്ട്. നമ്മുടെ ഹൃദയമാകുന്ന സ്ലേറ്റിനെ ഒന്ന് ക്ലീൻ ആക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അത് തരിക. എന്നിട്ട് നമ്മൾ വീണ്ടും ദൈവവുമായിട്ടൊന്ന് റീകണക്റ്റ് ചെയ്യുക. പ്രത്യാശയും എനർജിയും ആ ദിവസം ജീവിക്കാനുള്ളത് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. അതിന് ചെറിയ എഫേർട്ടേ ആകത്തുള്ളൂ, പക്ഷേ നാം അതിനു വേണ്ടി തുനിയാറില്ല. നമ്മൾ ഉണർന്നു കഴിഞ്ഞാലും പിന്നെയും കുറച്ച് നേരം കൂടെ അങ്ങോട്ട് കടങ്ങും. അങ്ങനെ കടന്നു കഴിഞ്ഞുകൊണ്ട് ചിന്താമണ്ഡലം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും. കുഞ്ഞെ, നിൻ്റെ പകൽക്കാലം നിനക്കൊരു ജയമാക്കി തീർക്കണോ? നിനക്ക് നിൻ്റെ പേഴ്സ്പെക്റ്റീവ് പുതുക്കപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണമേ. ഒത്തിരി കോംപ്ലക്സിറ്റീസ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരും. എനിക്കും വരും, നിങ്ങൾക്കും വരും. പരീക്ഷകളും പരിശോധനകളും നാം നേരിടേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുവാൻ തക്കവണ്ണം രാവിലെ കാലം നാം വചനത്തിൽ കൂടെ ദൈവവുമായിട്ട് അടുത്ത് വസിച്ചതിലൂടെ പ്രാപിച്ചെടുത്ത കാഴ്ചപ്പാട്, ദൈവം തന്ന പുതിയ വെളിപ്പാട് നമ്മെ പരാജയത്തിലേക്ക് നയിക്കത്തില്ല, നമ്മെ ജയത്തിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ കാലം ഹല്ലേലൂയ ഒരു ലൈറ്റിനെ പോലെ പ്രകാശത്തോടെ എഴുന്നേൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ, ഞങ്ങളുടെ വിചാരങ്ങളെ കർത്താവെ പിടിച്ചടക്കേണ്ടടുത്ത് പിടിച്ചടക്കുവാൻ തക്കോണം, അടയ്ക്കേണ്ട വാതിലുകളിൽ കുട്ടിയടപ്പാൻ തക്കോണം ദൈവീയ കാഴ്ചപ്പാടും ദൈവീയ ദർശനവും ഞങ്ങളുടെ ഉള്ളിൽ ആഴമായി വർദ്ധിച്ചു വന്നിട്ട് നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘട്ടങ്ങൾ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.